കൽപ്പാത്തി പൂർണ്ണമായും രഥോത്സവ ആഘോഷങ്ങളിൽ അലിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ രഥോത്സവ ഓർമ്മകൾ 24 പങ്കുവയ്ക്കാൻ ഡോക്ടർ പി സരിനും ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈഫയും ശ്രുതിയും. നമ്മളോടൊപ്പം രണ്ട് അതിഥികൾ ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവരഥ സംഗമം നടക്കുന്ന ആ പ്രദേശത്ത് ഉണ്ട്. രണ്ട് അതിഥികളുണ്ട്. ഒന്ന് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അതിനേക്കാൾ വേണ്ടപ്പെട്ട ഒരാൾ ഡോക്ടർ പി സരീൻ, അതോടൊപ്പം നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ഗ്രാൻഡ് ഫിനാലയുടെ വിന്നർ ആയിട്ടുള്ള ശ്രുതി. രണ്ടുപേരുണ്ട്. നമുക്ക് ശ്രുതിയിൽ നിന്ന് തുടങ്ങാം. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ അല്ലേ? കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്ന് സംസാരിച്ചിരുന്നു, പാടിയതിനു ശേഷം ഒരുപാട് അവസരങ്ങൾ തുടർച്ചയായി കിട്ടിയെന്ന് അറിഞ്ഞു. എന്താണ് മ്യൂസിക്കൽ വൈഫിന് ശേഷമുള്ള ജീവിതം? മ്യൂസിക്കൽ വൈഫിന് ശേഷമാണ് ആക്ച്വലി എൻ്റെ ഒരു സംഗീത യാത്ര പിന്നെയും വീണ്ടും ആരംഭിക്കാൻ പറ്റിയത്. അത് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് അത് പിന്നെയും തുടങ്ങിയത്. നമ്മുടെ മ്യൂസിക്കൽ വൈഫ് കഴിഞ്ഞ ഉടനെ ആയിരുന്നു കൽപ്പാത്തി രഥോത്സവം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയതാണ്. ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടുന്ന് പരിചയപ്പെട്ടവർ വഴിയാണ് കൂടുതൽ പ്രോഗ്രാംസ്. നമ്മുടെ ശിവദാസ് വെള്ളോളി അവരൊക്കെ ആയിരുന്നു കൂടുതൽ പ്രോഗ്രാംസ് തരാൻ. ഞാനൊരു നിയോഗമാണ്. അതെ അതെ അതെ, എന്തായാലും തീർച്ചയായും. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ അല്ലെ സരഞ്ജി രഥോത്സവം ഒരു ആവേശമായിരുന്നു. രഥോത്സവത്തിന്റെ കാലത്തായിരുന്നു തെരഞ്ഞെടുപ്പ്, അങ്ങനെയാണ് പറയേണ്ടത്. എങ്ങനെയുണ്ട് കഴിഞ്ഞ കാലത്തെ ഒരു ഇതെന്ന് പറയുന്നത്? താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവം ആയിരുന്നു കഴിഞ്ഞ തവണത്തെ രഥോത്സവം, ഈ തവണത്തെ രഥോത്സവം എങ്ങനെയാണ്? രഥോത്സവത്തിന് എല്ലാ വർഷവും അതേ പുതുമ തന്നെയുണ്ട്. എല്ലാ വർഷവും ഇത്തവണ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് എന്നുള്ളതും കൂടിയാണ് അതിന്റെ വേറെ പ്രത്യേകത. നമുക്ക് ശ്രുതിയുടെ ഒരു പാട്ട് കേട്ടിട്ട് തുടർന്നാലോ? ഒച്ച അടച്ചിരിക്കുകയാണ്. എന്നാലും എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഇത്തവണ ഇവിടെ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായിട്ട് നാഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കാറുണ്ടല്ലോ. അതിൽ ഇത്തവണ എനിക്ക് പാടാനുള്ള ഭാഗ്യം കിട്ടി. അതുമൊക്കെ ഈ ഫ്ലവേഴ്സിൽ നമ്മുടെ അതിനുശേഷം കിട്ടിയ ഒരു ഭാഗ്യമാണ്. അപ്പം ശ്രുതിക്ക് ശ്രുതി വേണം. കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജടാധരം പാർവതീ വാമഭാഗം. ഇത് ഭംഗിയാണല്ലേ? നമുക്ക് ഈ ഫീലിൽ കേൾക്കാൻ തന്നെ വല്ലാത്തൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ശബ്ദം അടച്ചൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല അല്ലെ ഷംന? അതെ അതെ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പറ്റിയാണല്ലോ പാടിയതും ശിവനെ പറ്റിയാണ്. വിശാലാക്ഷി സമേതനായിട്ടുള്ള പാർവതി വാമഭാഗത്തുള്ള ആള് എന്ന് പറഞ്ഞു പാടുന്നത് ആ കീർത്തനം എന്തുകൊണ്ടും ഇവിടെ നിന്ന് പാടാൻ ഏറ്റവും നല്ലതുമാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു രഥോത്സവ നാള് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പൊ എത്ര വിശേഷങ്ങളാണ് ഇപ്പൊ പങ്കുവയ്ക്കാനുള്ള? നമ്മൾ വീണ്ടും വരാം. നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ ഇനി വിശദമായി കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.